ഹലോ ഡി ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ചാപ്റ്ററിന്റെ NCERT ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. സോ നമുക്ക് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു ഷോർട്ട് ബാർ മാഗ്നറ്റ് പ്ലേസ്ഡ് വിത്ത് ഇറ്റ്സ് ആക്സിസ് അറ്റ് 30 ഡിഗ്രി വിത്ത് എ യൂണിഫോം എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 0.25 ടെസ്ല എക്സ്പീരിയൻസ് എ ടോർക്ക് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു 4.5 into 10⁻². What is the magnitude of magnetic moment of the magnet? Okay, ഒരു ബാർ മാഗ്നറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആക്സിസ് 30 ഡിഗ്രിയിലാണ്. ഓക്കെ, അത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് ഉള്ളത്. അതിന്റെ 0.25 ടെസ്ലയാണ്. അത് ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത് 4.5 into 10⁻² ജൂൾ ആണ് പറഞ്ഞത്. നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ടോ ഈസ് ഈക്വൽ ടു mb sin θ എന്ന് നമുക്ക് അറിയാം. എം അല്ലേ കണ്ടുപിടിക്കേണ്ടത്? എം is equal to ടോ ബൈ ബി സൈൻ θ എന്ന് വരും അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ടോ നമുക്ക് 4.5 into 10⁻² എന്നറിയാം. ഡിവൈഡഡ് ബൈ ബി എന്ന് പറഞ്ഞാൽ 0.25 into sin 30 അല്ലേ? ഓക്കെ, നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? യെസ്, മാഗ്നറ്റിക് മൊമെന്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും. റെഡി, നമുക്ക് എന്നാൽ നോക്കാം അല്ലേ? കാൽക്കുലേറ്റർ അടിച്ച് നോക്കാം. അപ്പോൾ 4.5 into 10⁻² ബൈ 0.25 into sin 30. 0.36 ആണോ? യെസ്, 0.36 എന്ന് കിട്ടും. റെഡി. ഇനി a closely wound solenoid of 800 turns, area of cross section 2.5 into 10⁻⁻4 meter square carries a current of 3 ampere. Explain the sense in which the solenoid acts as a bar magnet. What is the associated magnetic moment? Magnetic moment നമ്മൾ പഠിച്ചാണ്. അത് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് വേഗം തന്നെ കണ്ടുപിടിക്കാം. മാഗ്നറ്റിക് മൊമെന്റ് പറഞ്ഞാൽ NIA ആണ്. N തന്നിട്ടുണ്ട് ഇവിടെ, അതാണ് 800. I തന്നിട്ടുണ്ട് ഇവിടെ, അതാണ് 3. A തന്നിട്ടുണ്ട് 2.5 into 10⁻⁻4. ഇത് ചെയ്യുമ്പോൾ നമുക്ക് M കിട്ടും. ഇനി M എത്രയാണ്? നമുക്ക് കാൽക്കുലേറ്റർ നോക്കാം. 800 into 3 into 2.5 into 10⁻⁻4 ഒന്നുകൂടി 0.6 എന്ന് കിട്ടും. ഓക്കെ, 0.6 അവിടെ ഇരിക്കട്ടെ. ആംപിയർ മീറ്റർ സ്ക്വയർ ഇയാൾ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് M അറിയാം. M നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ആദ്യം ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം നോക്ക്. സോളിനോയിഡ് ആക്ട് ആസ് എ ബാർ മാഗ്നറ്റ്. എക്സ്പ്ലെയിൻ ദ സെൻസ്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ സെൻസ് ഇൻ വിച്ച് ദ സോളിനോയിഡ് ആക്ട് ആസ് എ ബാർ മാഗ്നറ്റ്. അതിന് നമ്മൾ ആദ്യം ഒരു ബാർ മാഗ്നറ്റിനെ, അല്ലെങ്കിൽ വേണ്ട, ഒരു സോളിനോയിഡിനെ നമ്മൾ ആദ്യം വേണ്ട, ബാർ മാഗ്നറ്റിനെ മതി. ബാർ മാഗ്നറ്റിനെ വരച്ചു. അത് ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്, ഇവിടെ സോളിനോയിഡിനെയും വരച്ചു. നമ്മൾ ഇപ്പോൾ തൽക്കാലം ഈ നമുക്ക് കിട്ടിയ ആൻസറിനെ മായ്ക്കാം. നമുക്ക് M എത്ര കിട്ടി? 0.6 ആംപിയർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബാർ മാഗ്നറ്റില് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയല്ലേ ഇരിക്കുക അല്ലേ? ഇങ്ങനെയല്ലേ? സോളിനോയിഡിലും ഇങ്ങനെ, അതും അങ്ങനെ തന്നെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും മാഗ്നറ്റിക് ഫീൽഡ് സിമിലർ അല്ലേ രണ്ടിനും. അതുകൊണ്ട് തന്നെ രണ്ടും ഒരേപോലെ ആക്ട് ചെയ്യാനുള്ള ചാൻസസ് എന്താണ്? യെസ്, വളരെ കൂടുതലാണ് അല്ലേ? അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും എന്ത് കൂടുതലായതുകൊണ്ട്, അതായത് ഇതിന്റെ രണ്ടിന്റെയും മാഗ്നറ്റിക് ഫീൽഡ് സിമിലർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഇത് സോളിനോയിഡ് ഒരു ബാർ മാഗ്നറ്റിനെ പോലെ ആക്ട് ചെയ്യും. ഇതാണ് ഇതിന്റെ സെൻസ്. അതാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് സിമിലർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത് രണ്ടും ഒരേപോലെ ആക്ട് ചെയ്യുമെന്ന് പറയാൻ സാധിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. എ ഷോർട്ട് ബാർ മാഗ്നറ്റ് പ്ലേസ്ഡ് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഹാസ് ഇറ്റ്സ് ആക്സിസ് അലൈൻഡ് ഓൺ ദ മാഗ്നറ്റിക് നോർത്ത് സൗത്ത് ഡയറക്ഷൻ. Null points are found on the axis of the magnet at 14 cm from the center of the magnet. The Earth's magnetic field at the place is 0.36 Gauss.
and the angle of dip is 0. What is the total magnetic field on the normal bisector of the magnet at the same time, at the same distance as the null point from the center of the magnet? Okay. ഓക്കെ, നമുക്ക് വളരെ ഒരു നീളമേറിയ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണത്. പക്ഷെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. അതായത് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ, മോളിക്ക് നോർത്ത്, അതായത് മോളിക്ക് നോർത്ത്, താഴേക്ക് സൗത്ത്. ഇത് നോർത്ത്, ഇത് സൗത്ത്. ഓക്കെ, ആ ഒരു ഡയറക്ഷനിൽ നമ്മൾ ഒരു മാഗ്നറ്റ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നത് null points are found on the axis magnet at the 14 centimeter from the center. അപ്പോൾ മാഗ്നറ്റ് ഒന്നും കൂടി നന്നായി വരയ്ക്കാം. മാഗ്നറ്റ് ഉണ്ട്, ഇത് നോർത്ത്, ഇത് സൗത്ത്. 14 സെന്റിമീറ്റർ, 14 സെന്റിമീറ്ററിൽ നൾ പോയിന്റ് ഉണ്ട് പറഞ്ഞു. നൾ പോയിന്റ് എന്താ വെച്ചാൽ നമുക്കിവിടെ എക്സ്പ്ലനേഷൻ തന്നിട്ട് നൾ പോയിന്റിന്റെ null point at null point field due to magnetic field is equal to the opposite of the horizontal component of magnetic field, Earth's magnetic field. അതായത് നമ്മൾ ഇതാണ് നൾ പോയിന്റ് വെച്ചത്. നമ്മൾ സോളിനോയിഡ് കാരണം, നമ്മുടെ ബാർ മാഗ്നറ്റ് കാരണം ഇവിടെ ഒരു ആക്സിയൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ, അതും നമ്മുടെ എർത്ത് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ബി ഇ എന്ന് വിളിച്ചു. അതിനെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാ പറയാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കേസിൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ബി ആക്സിയൽ ഇവിടെയാണ്, താഴേക്കാണ് ബി എർത്ത്, അതും രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം ബി ആക്സിയൽ ഈസ് ഈക്വൽ ടു ബി ഓഫ് എർത്ത്. അപ്പോൾ ബി ആക്സിയൽ ഈക്വൽ ടു ബി ഓഫ് എർത്ത്. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് ബി ആക്സിയൽ എന്ന് പറഞ്ഞാൽ 0.36 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോറി, ബി ഓഫ് എർത്ത് പറഞ്ഞാൽ 0.36 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ബി ആക്സിയൽ ഇസ് ഈക്വൽ ടു ബി ഓഫ് എർത്ത്, അതായത് 0.36 ഗോസ്. നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ബി ഇക്വട്ടോറിയലാണ് ചോദിച്ചിരിക്കുന്നത്, നോർമൽ ബൈസെക്ടർ. അതായത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ആക്സിസ് ഉണ്ടല്ലോ, ഈ ഒരു ആക്സിസിന് നോർമലായിട്ട് ഞാൻ ഇങ്ങനെ ഒരു സംഭവം വരച്ചു. ഇതും 14 സെന്റിമീറ്റർ തന്നെ. ഓക്കെ, ഒന്നുകൂടി നന്നായി വരയ്ക്കാം. ഇങ്ങനെ ഒരു നോർമലായിട്ട് ഞാൻ ഒരു ആക്സിസ് കൊടുത്തു. റെഡി? ഇങ്ങനെ 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 ഒന്നും കൂടി നന്നായി വരയ്ക്കുക. ഇങ്ങനെ ഇങ്ങനെ ഒരു ആക്സിസ് കൊടുത്തു. ഇതും എത്ര തന്നെ? 14 സെന്റിമീറ്റർ തന്നെ കിടക്കുന്നു. ഓക്കെ, ഇതും 14 സെന്റിമീറ്റർ തന്നെ കിടക്കുന്നു വിചാരിച്ചു. ഓക്കെ, 14 സെന്റിമീറ്ററിലാണ് കിടക്കുന്നത്. ഇവിടത്തെ ഉള്ള ഇക്വട്ടോറിയൽ, നമ്മൾ ഈ ഒരു പോയിന്റിനെ ഇങ്ങനെയുള്ളതിനെ ആക്സിയൽ നിന്നും ഇങ്ങനെയുള്ളതിനെ ആക്സിയൽ നിന്നും ഇങ്ങനെയുള്ളതിനെ ഇക്വട്ടോറിയൽ നിന്നും വിളിക്കില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? മൊത്തത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുള്ളൂ. അപ്പോൾ ബി ഇക്വട്ടോറിയൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. നമുക്കൊരു ഇക്വേഷൻ അറിയാം, ബി ആക്സിയൽ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ബി ഇക്വട്ടോറിയൽ. ബി ഇക്വട്ടോറിയൽ, ബി ആക്സിയൽ നമുക്കറിയാലോ 0.36 ആണ്. ബി ഇക്വട്ടോറിയൽ കണ്ടുപിടിച്ചൂടെ? യെസ്, കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ബി ആക്സിയൽ പറഞ്ഞാൽ 0.36 is equal to 2 into B equatorial. അപ്പോൾ B equatorial is equal to എത്ര കിട്ടും? 0.36 by 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതാണ് B equatorial കേട്ടോ, B equatorial. അപ്പോൾ B equatorial is equal to 0.18 ഗോസ്. ഇനി ഇതൊന്ന് നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് നോക്കാം. ഇതാണ് ശരിക്കും ക്വസ്റ്റ്യനിലുള്ള നോർമൽ ബൈസെക്ടർ ആയിട്ട് നമുക്ക് എത്ര കിട്ടണം, അതാണ് ഉത്തരം. ഈ രണ്ട് ആൾക്കാരും നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആണ്. നമുക്ക് ഇതും കണ്ടുപിടിക്കാം, നെറ്റ് ആയിട്ടുള്ള ആക്സിയൽ, അതായത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അത് ക്യാപിറ്റൽ ബി എന്ന് കൊടുത്തു. അത് ബി ആക്സിയൽ പ്ലസ് ബി ഇക്വട്ടോറിയലാണ്. അത് നമുക്ക് എത്ര കിട്ടും? 0.36 പ്ലസ് 0.18. അത് നമുക്ക് അപ്രോക്സ് നമുക്ക് എത്ര കിട്ടും? 0.54 ഗോസ്.
ഇത്രയാണ് നമുക്ക് ഈ ഒരു മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചോദ്യത്തിൽ, അതായത് NCERT ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, പിന്നെ അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാം. ഈ ചാനലിൽ വരുന്ന പുതിയ പുതിയ മാറ്റങ്ങളും പിന്നെ അതേപോലെ തന്നെ ക്ലാസ് എടുക്കേണ്ട രീതികളും നിങ്ങൾ പറയുന്ന പോലെ തന്നെ മാറ്റാനും അതേപോലെ തന്നെ അതിനനുസരിച്ച് വളരെ മനോഹരമായി തന്നെ ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഞാൻ ശ്രമിക്കുകയാണ്. പുതിയ വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി പുതിയ ചാപ്റ്ററുമായി നമുക്ക് കാണാം. സോ അതുവരേക്കും താങ്ക്സ്.